ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടകനായിരുന്ന ബഹുമാനപ്പെട്ട വാഴത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ബോർ അവർ, PTA പ്രസിഡന്റ് ഡോക്ടർ അജയ്, ഡോക്ടർ ഡിക്സി, എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മേരിയൻ ടീച്ചർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ വർഷം ഓണം ഇല്ലാന്നൊരു ശ്രുതി ആദ്യം ഉണ്ടായിരുന്നെങ്കിലും മലയാളിയെ സംബന്ധിച്ച് ഓണമില്ലാതെന്ത് ആഘോഷം എന്നതാണ് എല്ലായിടത്തെയും കാഴ്ചകൾ. പലരും പല സ്ഥാപനങ്ങളും അടുത്തവർ നടത്തിയെങ്കിൽ നമുക്ക് നടത്താം എന്നുള്ളൊരു രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഈ വർഷവും എല്ലാ വർഷത്തെയും പോലെ വളരെ പൊലിമയുള്ളൊരു ആഘോഷം ടീച്ചർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണാശംസകൾ നേരുകയാണ്. മലയാളിയുടെ ഒത്തൊരുമ എല്ലായിടത്തും വളരെ പ്രസിദ്ധമാണ്. നമ്മളിപ്പോൾ 2018 പ്രളയം എടുത്താലും വയനാട് ദുരന്തമെടുത്താലും എവിടെയും ഓണക്കാലത്ത് നല്ല എല്ലാ കാലത്തും മലയാളിയുടെ ഒരു ഒത്തൊരുമയും സ്നേഹവും പരസ്പരമുള്ള കരുതലും വളരെ പ്രസിദ്ധമാണ്. അതിപ്പോൾ ഓണം വന്നാലില്ലെങ്കിലും മലയാളി എന്നും അങ്ങനെയാണ്. ലോകം പലപ്പോഴും ചോദിക്കുന്നത് എന്തൊരു ജനത എന്ന് ലോകത്ത് പലരും അത്ഭുതപ്പെട്ട് പോകത്തക്കവണ്ണം ഉള്ളൊരു സ്നേഹവും കരുതലും സഹജീവികളോടുള്ള ഒരു സമൂഹമാണ് നമ്മൾ മലയാളി സമൂഹം. ഓണത്തിൻ്റെ കഥകൾ എല്ലാവരും അറിയാവുന്നതാണെന്നുണ്ടെങ്കിലും ഞാൻ ചരിത്രം ഏതാനും വാക്കുകളൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ചരിത്രം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിൽ നിന്നൊരു 2-3 കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഒന്ന്, നമുക്കറിയാം മഹാബലി എന്ന് പറയുന്നത് ഒരു അസുര ചക്രവർത്തിയാണ്. ദേവഗണത്തിൽപ്പെട്ട ആളല്ല, ശരിക്കും അസുര ചക്രവർത്തിയാണ്. അദ്ദേഹം പ്രഹ്ലാദിൻ്റെ കൊച്ചുമോനാണ്. ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദിൻ്റെ മകൻ വിരോചൻ്റെ മകനാണെന്നാണ് പറയുന്നത്. അല്ല ഡോക്ടർ ജഗനിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം നമ്മുടെ മലയാളക്കരയിലെ ഇതുവരെ ഉണ്ടായതിലും മുമ്പുണ്ടായതിലുള്ള ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭരണം. കാരണം എല്ലാ മനുഷ്യരെയും ദേവന്മാരെ പോലും അസൂയപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കും വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു ഈ പറയുന്ന അസുര ചക്രവർത്തിയായ മഹാബലി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ മഹാബലിയുടെ ലോകമെന്ന് ദിക്കെന്ന് പറഞ്ഞപ്പോൾ ദേവന്മാര് പറഞ്ഞത് എന്താണ് ഇതിനൊരു വഴി എന്ന് അവസാനിപ്പിക്കാൻ കണ്ടപ്പോഴത്തേക്കും ദേവമാതാവായ അതിഥിയാണ് ഇത് വിഷ്ണുവിനെ കണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അമ്മമാർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ നല്ലൊരു കഴിവുണ്ടായിരിക്കും. അപ്പം എങ്ങനെ മഹാബലിയുടെ ഭരണം അവസാനിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉപദേശം കൊടുത്തത് ദേവമാതാവായ അതിഥിയാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട സമയത്തും മഹാബലി ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്. വിശ്വയാഗം, വിശ്വം കീഴടക്കുന്ന യാഗം എന്നാണ് പറയുന്നത്. ആ യാഗം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും യാഗം കൂടി നടക്കുന്നത് അറിഞ്ഞപ്പോൾ ദേവന്മാർ വളരെയധികം രോഷാകുലരായി. എങ്ങനെയെങ്കിലും മഹാബലിയെ കീഴ്പ്പെടുത്തിയേ തീരും. അങ്ങനെയാണ് ഈ യാഗത്തിൻ്റെ ഇടയ്ക്കിലേക്ക് ഒരു ബ്രാഹ്മണ ബാലനായിട്ട് മഹാവിഷ്ണു കടന്നു വരുന്നത്. മഹാവിഷ്ണു കടന്നു വന്നു. പക്ഷേ ഈ മഹാബലി വളരെ ദാനശീലനാണ്. ബ്രാഹ്മണ ബാലനാണ്, ദാനം കൊടുക്കാൻ തന്നെ മഹാബലി തീരുമാനിച്ചു. പക്ഷെ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശുക്രാചാര്യർ മഹാബലി ഉപദേശിച്ചിരുന്നു, മഹാബലി ഇത് ചതിയാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ മഹാബലി ദാനശീലനായിരുന്നു. തൻ്റെ ഗുരുവായിട്ടും ശുക്രാചാര്യരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് മഹാബലി തയ്യാറായില്ല. മഹാബലി ദാനം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ നമുക്ക് കഥ അറിയാം, അല്ലേ? ഭൂമി അളന്നു, ആകാശം അളന്നു, മഹാബലിയുടെ തലയിൽ കാൽ വെച്ച് പാതാളത്തിലേക്ക് താഴ്ത്തി വിട്ടു. പക്ഷേ ഈ കഥയിൽ നിന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അതിലൊന്നാമത്തേത് ഈ അസൂയ എന്ന് പറയുന്നത് അന്നും ഇന്നും ഉണ്ട് എന്നുള്ള മാത്രമല്ല, അസുരന്മാരാണെങ്കിലും ദേവന്മാരാണെങ്കിലും അതിന് കുറവൊന്നുമില്ല. അതെല്ലായിടത്തും ഉണ്ട്. അതുമായിട്ട് നമ്മൾ ഇപ്പം എല്ലാവരും പറയും മറ്റുള്ളവരുടെ അസൂയാണ് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്കും അസൂയ ഉണ്ടാവും. അതെല്ലായിടത്തും ഉള്ളതാണ്. അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചതിക്കുഴികൾ എവിടെയും ഉണ്ടാവും. മഹാബലി വിട്ടുപോയ പോലെ ചതിക്കുഴികൾ ലോകത്ത് എവിടെയും നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഗുരുവിൻ്റെ കാര്യം പറഞ്ഞത്, ശുക്രാചാര്യർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ മഹാബലിക്ക് ഗതി വരുമായിരുന്നില്ല.
നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ ഗുരുക്കന്മാരായിട്ട് മാതാപിതാക്കളായിട്ട് ഇങ്ങനെ നമ്മുടെ മുതിർന്ന സ്ഥാനത്ത് നിന്ന് അരുതെന്ന് പറഞ്ഞു തരാനായിട്ട് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ മഹാബലി പറഞ്ഞ പോലെ കേൾക്കാതെ പോകുന്നവരാണ് ഭൂരിപക്ഷം എന്ന് തോന്നുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ദേശം ഏതെന്ന് ചോദിക്കാൻ ഉപദേശം എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലും ചിലർ പറയുമായിരിക്കും മയക്കുമരുന്ന് കഞ്ചാവ് ഒന്ന് പണത്ത് നോക്കിക്കല്ലേ ഒന്ന് വിളിച്ചു നോക്കിയാൽ നല്ല രസമാണെന്ന് പറയുമ്പോഴത്തേക്കും അരുതെന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. മദ്യവും മയക്കുമരുന്നൊക്കെ നമ്മുടെ ലോകത്തെ കീഴടക്കുമ്പോഴത്തേക്കും ഈ അരുതെന്ന് പറയേണ്ടപ്പോൾ അരുതെന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നതാണ് അതിൻ്റെ ഒരു വലിയ ദുഃഖകരമായ കാര്യം. മറ്റൊരു കാര്യം, ഈ ശുക്രാചാര്യർ പറഞ്ഞ ശേഷവും മഹാബലി മുന്നോട്ട് പോയി വീണ്ടും അതിൻ്റെ ആപത്തിൽപ്പെട്ടു. അത് മഹാബലിയുടെ ജീവിതം നമുക്കൊരു പാഠമാണ്. കേൾക്കേണ്ട ഉപദേശങ്ങൾ കേൾക്കേണ്ട സമയത്ത് കേട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടെന്നൊരു പാഠമാണ് നമുക്ക്. അതുകൊണ്ട് മഹാബലിയുടെ കഥയിൽ നിന്ന് ഓണത്തിൻ്റെ ആവശ്യം നമുക്ക് പഠിക്കാവുന്ന ഒരു കഥ ഇത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഞാൻ കൂടുതൽ ചിന്തിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ പോയതുപോലെ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണമെന്നുണ്ട്. കാരണം അവരുടെ ടീമായി പോസ്റ്റേഴ്സ് കമ്മിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിച്ചേട്ടൻ ആദ്യം വന്നതേ ഓടി പോകണമെന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. സത്യം പറഞ്ഞാൽ ആരും ഇങ്ങനെ പോകാതെ ഇവിടെ പിടിച്ച് ഇങ്ങനെ പേടിച്ചിട്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഉടനെ എനിക്ക് ഓർമ്മ മീറ്റിംഗ് മെസ്സേജ് ഇട്ടിട്ടിരിക്കുക ഞാനൊരു പരിപാടി ഏറ്റുപോയത് അത് കഴിഞ്ഞിട്ട് ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അധികം താമസിയാതെ ഞാൻ പോകുമെന്നൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ എല്ലാവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഈ മാവേലിമാർക്കും ഇവിടെ സെറ്റ് കളറിലൊക്കെ വളരെ സുന്ദരിമാരായ